ഹലോ ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നവർ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലും കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏർലി സ്റ്റേജസിൽ ഷുഗർ വരാൻ, ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളുണ്ടോ അവർക്ക്? തീർച്ചയായും സാധ്യതയുണ്ട്. കാര്യം ഇപ്പോഴത്തെ കുട്ടികളുടെ ഹാബിറ്റ്സ് ഭയങ്കര ഡിഫറെൻറ്റാണ്. ഒരു ജങ്ക് ഫുഡിനാണ് കൂടുതൽ എക്സ്പോസ്ഡും അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേലും ഒത്തിരി നേരത്തെ തന്നെ ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുവാണെങ്കിൽ 10 വയസ്സ് മുതൽ ഡയബറ്റീസ് നന്നായിട്ട് കാണുന്നുണ്ട് കുട്ടികളിൽ. അതിന് ഒരു കാരണം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസാണ്. ഒത്തിരി ജങ്ക് ഫുഡ്, ഈ മയണൈസ് കണക്കുള്ള കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഒരുപാട് കഴിക്കുമ്പോഴത്തേക്കും ഡയബറ്റീസ് വരാനുള്ള സാധ്യത, അതും നേരത്തെ തന്നെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ലേറ്റസ്റ്റ് ICMR റിപ്പോർട്ട്സ് പ്രകാരം ഇന്ന് ഇന്ത്യയിൽ 101 മില്യൺ ആളുകൾക്കാണ് ഡയബറ്റീസ് ഉള്ളത്. ഇതിൽ 90% ആളുകൾ ടൈപ്പ് 2 ഡയബറ്റീസിനാണ് സഫർ ചെയ്യുന്നത്. വെറും 1-5% മാത്രമേ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളൂ. എങ്കിലും ഈ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ തന്നെയില്ല, ഒട്ടും തന്നെയില്ല. അവരുടെ ബീറ്റാ സെൽ ഓഫ് പാൻക്രിയാസ് ഡിസ്ട്രോയിഡ് ആയതുകൊണ്ട് ഇൻസുലിൻ ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് പുറത്തു നിന്ന് ഇൻസുലിൻ നമുക്ക് കുത്തിവെച്ച് കൊടുക്കേണ്ടി വരുന്നു. ടൈപ്പ് 2 ഡയബറ്റീസ് അങ്ങനെയല്ല, ഇൻസുലിൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അത് യൂസബിൾ കണ്ടീഷനിലല്ല. ഒരു താക്കോലും കീ പോലെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇൻസുലിൻ ഒരു കീ പോലെയാണ്, നമ്മുടെ കോശങ്ങളിൽ എനർജി കിട്ടാൻ വേണ്ടി ഒരു കീ പോലെയാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ തുരുമ്പ് പിടിച്ച ഇൻസുലിൻ ഒരു കീ പോലെയാണ്. അതുകൊണ്ട് തന്നെ കോശങ്ങളിലേക്ക് എനർജി കിട്ടുന്നില്ല, ബ്ലഡ് ഷുഗർ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡയറ്ററി വേരിയേഷൻസ് നമ്മൾ വരുത്തുകയാണെങ്കിൽ ഒരു പരിധിയോളം ഈ 90% ഓഫ് ദി പോപ്പുലേഷനെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നതാണ് വാസ്തവം.